പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് 8ാം തിരുനാളാണ്. ഈസ്റ്ററിൻ്റെ 8ാം ഇടമാണ്. അത് നമ്മൾ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ കാലം മുതൽ നമ്മൾ ദൈവകരുണയുടെ തിരുനാളായിട്ട് നമ്മളത് കൊണ്ടാടുകയാണ്. നമുക്ക് ഇത് ദൈവകരുണയുടെ തിരുനാൾ ദിവസം കൂടിയാണ്. അതിന് പ്രത്യേകമായി ദുഃഖവെള്ളിയാഴ്ച തന്നെ നൊവേനയൊക്കെ ചൊല്ലി 9 ദിവസം നൊവേന ചൊല്ലി എന്നത് പൂർത്തീകരിക്കുന്ന ദിവസം കൂടിയാണ്. പെസഹ കാലത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ്. നമ്മൾ കേരള കത്തോലിക്ക വിശ്വാസികൾ പുതുഞായർ എന്നൊക്കെ പറയുന്ന ദിവസമാണ്. നമുക്കതുകൊണ്ട് ഭക്തിയോടുകൂടെ പങ്കുചേരാം, നല്ല എളിമയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം, കരങ്ങൾ കൂപ്പി ദൈവത്തിൻ്റെ മുമ്പിൽ നല്ല ഭക്തിയോടുകൂടെ ആയിരിക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങളെല്ലാം നമുക്ക് ഓർത്ത് മനസ്തപിച്ച് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമകൾ
നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവ അങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവേക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവാലം ഭാഗത്തീരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവ മഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യമായ കാരുണ്യത്തിൻ്റെ ദൈവമേ, പെസഹ തിരുനാളിൻ്റെ പുനരാഗമനത്തിൽ തന്നെ അങ്ങേക്ക് സമർപ്പിതരായിരിക്കുന്ന ജനത്തിൻ്റെ വിശ്വാസം അങ്ങ് ജ്വലിപ്പിക്കുന്നുവല്ലോ. ഞങ്ങളിൽ അങ്ങ് ചൊരിഞ്ഞ കൃപ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഏത് നീർത്തൊട്ടിയാൽ ഞങ്ങൾ ശുദ്ധീകൃതരായെന്നും ഏതാത്മാവാൽ നവജന്മം പ്രാപിച്ചവരായെന്നും ഏതു രക്തത്താൽ രക്ഷിക്കപ്പെട്ടവരായെന്നും ഉചിതമായ ബുദ്ധിശക്തി വഴി എല്ലാവരും ഗ്രഹിക്കുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് അപ്പോസ്തലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു. അവർ ഏകമനസ്സോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു. മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല. എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു. കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു.
അവർ രോഗികളെയും തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു. പത്രോസ് നടക്കുമ്പോൾ ഏതാനും പേർ പതിക്കുന്നുണ്ടായിരുന്നു. അത് അശുദ്ധാത്മാക്കൾ ബാധിച്ചവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജെറൂസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു. എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹറോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിൻ്റെ ഭക്തന്മാർ പറയട്ടെ. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമ്മുടെ പ്രകാശം നൽകിയത്. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. വെളിപാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ സഹോദരനും പീഡകളിലും രാജ്യത്തിലും ക്ഷമാപൂർവമായ സഹനത്തിലും യേശുവിൽ നിങ്ങളോടൊപ്പം പങ്കുചേർന്നവനുമായ യോഹന്നാനായ ഞാൻ ദൈവവചനത്തെയും യേശുവിനെക്കുറിച്ച് നൽകിയ സാക്ഷ്യത്തെയും പ്രതി പത്തേമോസ് എന്ന ദ്വീപിലായിരുന്നു. കർത്താവിൻ്റെ ദിനത്തിൽ ഞാൻ ആത്മാവിൽ ലയിച്ചിരിക്കെ കാഹളത്തിൻ്റേതുപോലുള്ള ഒരു വലിയ സ്വരം എൻ്റെ പിറകിൽ നിന്ന് കേട്ടു. നീ കാണുന്നത് ഒരു ഗ്രന്ഥത്തിൽ എഴുതി 7 സ്ഥലങ്ങളിലെ സഭകൾക്കും അയച്ചു കൊടുക്കുക. എന്നോട് സംസാരിച്ച സ്വരം ശ്രദ്ധിക്കാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സ്വർണ്ണനിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവനു പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അപ്പോൾ അവൻ വലതു കൈ എൻ്റെ മേൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാനാണ് ആദിയും അന്തവും ജീവിക്കുന്നവനും. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിക്കുന്നു. മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഉള്ളവയും ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതുമായ നീ ദർശനത്തിൽ കാണുന്ന സകലതും രേഖപ്പെടുത്തുക. കർത്താവിൻ്റെ വചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യൂതരെ ഭയന്ന് കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ തന്നെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഉദ്ധിതൻ്റെ ശ്രമം മുഴുവൻ നമ്മളെ സാക്ഷി ആക്കി മാറ്റാനും നമ്മളെ ശുശ്രൂഷകരാക്കി മാറ്റാനുമാണ്. ഇന്നത്തെ വചനം നമ്മൾ വായിക്കുമ്പോഴും യേശു വീണ്ടും അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. ഇത് പറഞ്ഞുകൊണ്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു. നമ്മൾ പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. അപ്പോൾ ഉദ്ധിതൻ്റെ ലക്ഷ്യം നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകുക. അത് എന്തിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാക്ഷിയാക്കി മാറ്റണം, പ്രഘോഷകരാക്കി മാറ്റണം. മറ്റൊരു സുവിശേഷത്തിൽ അങ്ങനെയാണ് പറയുക, പ്രഘോഷകരാക്കി മാറ്റണം. പക്ഷേ ഇന്നത്തെ സുവിശേഷത്തിലും ഈശോ പറയുന്നത്, നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും, നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. ഈ ഒരു ദൗത്യമാണ് ഏൽപ്പിക്കുക. അത് കുമ്പസാരമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ശുശ്രൂഷ ചെയ്യാനുള്ള വിളിയാണ്. സാക്ഷികളാക്കി മാറ്റാനും ശുശ്രൂഷ ചെയ്യാനും ഉദ്ധിതനായ ഈശോയുടെ ലക്ഷ്യമത.
പരസ്യ ജീവിതം കഴിഞ്ഞു, കുരിശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം വരെ നമ്മുടെ കൂടെ നടക്കുന്ന ഉദ്ധിതനായ ഈശോയുടെ ലക്ഷ്യം നമ്മളെ സാക്ഷിയാക്കി മാറ്റണം, സാക്ഷിയാക്കി മാറ്റണം, നമ്മളെ ശുശ്രൂഷകരാക്കി മാറ്റണം. അതാണ് ഉദ്ധിതൻ ലക്ഷ്യം. ചുമ്മാ അങ്ങനെ സാക്ഷിയാകാൻ പറ്റില്ലല്ലോ. കാണാത്ത കാര്യം എങ്ങനെ പറയാനാണ്? കണ്ട കാര്യമല്ലേ പറയാൻ പറ്റൂ. ഇനി ശുശ്രൂഷ ചെയ്യണമെങ്കിൽ കണ്ട് ബോധ്യപ്പെട്ട് അവൻ ജീവിക്കുന്ന കർത്താവാണെന്ന് ബോധ്യപ്പെട്ടാലല്ലേ അവൻ്റെ കൂടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ പറ്റൂ. വെറുതെ കാണാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് എങ്ങനെ ശുശ്രൂഷ ചെയ്യും? ആർക്കു വേണ്ടി എന്നതുപോലെ ചെയ്യും. അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. പെന്തക്കോസ്താ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന കാലമാണ്. അതുകൊണ്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണോ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യണം, സാക്ഷിയാക്കി മാറണം, ശുശ്രൂഷ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ഇനി സാക്ഷിയാകാൻ താല്പര്യമില്ല എങ്കിൽ, കർത്താവിൻ്റെ സഭയിൽ ശുശ്രൂഷ ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ പറഞ്ഞോളൂ, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണ്ട, ഞാനിവിടേക്ക് ഇരുന്നോളാം എന്ന് പറഞ്ഞോളൂ. എന്നാൽ നിനക്ക് പരിശുദ്ധാത്മാവിനെ വേണമെങ്കിൽ നീ സാക്ഷിയാകണം, നീ ശുശ്രൂഷ ചെയ്യണം. കുടുംബജീവിതത്തിൽ ശുശ്രൂഷയുണ്ടല്ലോ. ഇതിലൊരു പള്ളിയെ സംബന്ധിച്ച് എത്രയോ ശുശ്രൂഷകളുണ്ട്. ഒരു അൽമായ വിശ്വാസിക്ക് ചെയ്യാൻ പറ്റിയ, സഭയോട് ചേർന്ന് നിൽക്കാൻ പറ്റിയ. എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വിമർശിക്കുന്നത് അത് ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമല്ല, ഇല്ലേ? അപ്പം നമുക്ക് സഭയോട് ചേർന്ന് നിൽക്കുക, സഭയുടെ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കുക, വൈദികരോട് ചേർന്ന് നിൽക്കുക, ഇതൊക്കെ നമുക്ക് സഭയിലുള്ള ശുശ്രൂഷ ജീവിതമാണ്. കുടുംബ പ്രാർത്ഥന ചൊല്ലുക, കൂദാശകൾ സ്വീകരിക്കുക. അപ്പം ഇതിനൊക്കെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപ വേണം. സാക്ഷിയാകണം, ശുശ്രൂഷ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിനെ നൽകുക. അപ്പോൾ തോമസ് എന്തിനാ വാശി പിടിച്ചത്? തോമസ് വാശി പിടിച്ചത് എനിക്ക് കർത്താവിനെ കാണണം, എനിക്ക് കർത്താവിനൊന്ന് കാണണം. തോമസിന് നിർബന്ധമുണ്ടായിരുന്നു, കാരണം അത്രയും തീക്ഷ്ണത കൊണ്ട് നിറഞ്ഞു. കർത്താവിനും നിർബന്ധമുണ്ടായിരുന്നു എന്നെനിക്ക് തോന്നുകയാണ്. ഇവനൊന്ന് കാണിച്ചു കൊടുക്കണം. ഇവനൊന്ന് കാണിച്ചു കൊടുത്താൽ ഇവൻ നന്നായിട്ട് പെർഫോം ചെയ്യും. ഇവൻ എൻ്റെ മുറിവുകളൊന്ന് കാണിച്ചു കൊടുത്താൽ ഇവൻ നന്നായിട്ട് പെർഫോം ചെയ്യും. സഭയിൽ കർത്താവിന് വേണ്ടി ഇവൻ നിലകൊള്ളും, കർത്താവിന് വേണ്ടി പ്രഘോഷണം നടത്തും എന്ന് ഈശോയ്ക്ക് നല്ല വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് കാണിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മൾ ഒരു അനുഭവം ചോദിക്കുമ്പോൾ, നിനക്കെന്തിനാണ് ഇപ്പം അനുഭവം, നിനക്കെന്തിനാണത്? ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോൾ, മൊബൈൽ ചോദിക്കുമ്പോഴും നിനക്കിപ്പോൾ എന്തിനാ മൊബൈല്? അപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ്, എനിക്ക് യേശുവെ കാണണം. നിനക്ക് കണ്ടിട്ട് എന്തെടുക്കാനാണ്? നിനക്ക് ജീവിക്കുമോ? നീ ജീവിക്കാൻ തയ്യാറാണോ? പല ആളുകളും കല്യാണം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല. അവർ വിവാഹ ജീവിതം എന്ന കാര്യത്തിന് നന്ദി പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിളിയാണ് കുടുംബജീവിതം. സൃഷ്ടിക്കുന്നതാരാ? ദൈവമല്ലേ. അപ്പോൾ ഞാൻ വളർത്തിക്കോളാം കർത്താവേ, അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ എന്നെ ഒന്ന് പങ്കുചേർക്ക് കർത്താവേ, അങ്ങനെ എന്നെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമുക്ക് കുട്ടിയുണ്ടാകുന്ന നമ്മുടെ കഴിവാണോ? അത് ദൈവത്തിൻ്റെ അനുഗ്രഹമല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സഹായം വേണം. അതുകൊണ്ട് തോമസ് ലീഹ ആഗ്രഹിച്ചത് കർത്താവിനൊന്ന് കാണണം, എനിക്ക് നല്ല തീക്ഷ്ണതയോടുകൂടെ പറയണം. ഇനി സഭയിൽ കുറച്ച് പേരെങ്കിലും ഈ പുണ്യവാളനെ നന്നായിട്ട് ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. തൊട്ടു വിശ്വാസി, കണ്ട് വിശ്വാസി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആരെങ്കിലും ഒരാൾ ഒരു കാര്യം പെട്ടെന്ന് പറയണത് വിശ്വസിച്ചില്ല എങ്കിൽ അപ്പം തന്നെ പറയുന്ന, നീയൊക്കെ തോമസ് ലീഹയുടെ ആളുകളല്ലേ എന്ന് പറയും. ഈ തോമസ് ലീഹ എന്ത് തെറ്റ് ചെയ്തു? തോമസ് ലീഹ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്തില്ല. വാശി പിടിച്ചത് ശരിയാണ്, എനിക്ക് കാണണം കർത്താവെ. കാരണം ബാക്കിയുള്ള 11 പേരും, ബാക്കിയുള്ള മറ്റു ശിഷ്യന്മാർ അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ മാത്രം കണ്ടിട്ടില്ല, ഒരാൾ മാത്രം കർത്താവിൻ്റെ മുറിവ് കണ്ടിട്ടില്ല. ആ മുറിവ് കണ്ടവര്, ഉദ്ധിതനായ കർത്താവിനെ കണ്ടവര്, അവർ നല്ല തീക്ഷ്ണതയോടെ പറയുകയാണ്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറയുകയാണ്. ഇത് തന്നെയല്ലേ മഗ്ദലന മറിയം അവരോട് പറഞ്ഞത്? എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ പറഞ്ഞത്, ഈ 11 പേര്, 11 പേരല്ല 10 പേര്, അവര് ഈശോയെ കണ്ടു. അപ്പോൾ തോമസ് ലീഹ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പം
അപ്പം തോമസ് ലീഹ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും വിശ്വസിക്കല, എനിക്ക് നേരിട്ട് കാണണം. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണുകളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. ഇത് പറഞ്ഞത് കൃത്യമാണ്. ഇത് ഒരു മോശം കാര്യമായിരുന്നെങ്കിൽ കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുമോ? ഒരു കൊള്ളരുതാത്ത കാര്യമാണ്. ഇവൻ്റെ ഒരു നിർബന്ധം, ഇവൻ്റെ ഒരു വാശി, അവൻ്റെ വാശി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെടുമായിരുന്നോ? കർത്താവ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അവൻ്റെ ആഗ്രഹം വളരെ ജെനുവിനായിരുന്നു. അത് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്. കണ്ടിട്ട് പറയുന്നത് വ്യത്യാസമുണ്ട്. ഉദ്ധിതനെ കുറിച്ച് പ്രഘോഷിക്കാൻ കാണാതെ പറയുന്നതും ഉദ്ധിതനെ കണ്ടിട്ട് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. കണ്ടിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് തോമസ് ലീഹ അത് ചോദിച്ചത്. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ക്ലാസ് റൂമിൽ ടീച്ചറിനോട് ഡൗട്ട് ചോദിക്കാൻ എല്ലാവർക്കും ധൈര്യം ഉണ്ടാകില്ല. കൂട്ടത്തിൽ ഒരാൾ ചോദിക്കും ചിലപ്പം, എടി ചോദിക്കടി. എന്തിനാ? ഇവർക്കൊന്നും അറിയാൻ പാടില്ല. വല്ലവനും ചോദിച്ചിട്ട് വേണം ഇവർക്ക് അറിവുണ്ടാകാൻ. ഈ 11 പേർക്ക്, ഈ 10 പേർക്ക്, ബാക്കിയുള്ള 10 പേർക്ക് അവർക്ക് ഈ തോമസ് ലീഹ ചോദിച്ചത് കൊണ്ട് ഉപകാരമായില്ലേ? ഒന്നുകൂടി അത് വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ലേ? തോമസ് ലീഹ ചോദിച്ചത് കൊണ്ട് ബാക്കിയുള്ള ശിഷ്യന്മാർക്ക് ഒന്നുകൂടി അനുഭവം ഉണ്ടായി, ഒന്നുകൂടി വ്യക്തമായി കർത്താവിൻ്റെ മുറിവുകൾ കാണാൻ സാധിച്ചു. അപ്പൊ തോമസ് ലീഹ ചെയ്തത് ഉപകാരമല്ലേ? ഇനി വാതിൽ അടച്ചിരുന്നു. അടച്ചിട്ട മുറിയിലേക്ക് ഈശോ പ്രവേശിച്ചു. ഇവർ കണ്ടിട്ടുള്ളത് അടിയും തൊഴിയും കൊള്ളുന്ന ക്രൂശിതനായ ഈശോയെയാണ്. പക്ഷേ ഇങ്ങനെ അടച്ചിട്ട മുറിയിൽ പ്രവേശിക്കുന്ന അങ്ങനെ ശക്തിയുള്ള ഈശോയെ, ഉയർപ്പിന്റെ പ്രാഭവത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ അവർ കണ്ടു. അത് കാണിച്ചു കൊടുക്കാൻ ഇടയായത് തോമസ് ലീഹ കാരണമല്ലേ? അടച്ചിട്ട മുറിയിലേക്ക് ഈശോ പ്രവേശിച്ചു. അപ്പോൾ തോമസ് ലീഹ വളരെ ഉപകാരമാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ അതുകൊണ്ട് കണ്ട് വിശ്വാസി തൊട്ട് വിശ്വാസി, ഈശോ പറഞ്ഞു കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. കണ്ടാലല്ലേ വിശ്വസിക്കാൻ പറ്റൂ? യോഹന്നാന്റെ സുവിശേഷം അനുസരിച്ച് കാണുക എന്നത് വളരെ പ്രകടമായി നമ്മൾ കാണുന്നൊരു വാക്കാണ്. ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നത് ഇത് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ പലയിടത്തും കാണുന്നുണ്ട്. കണ്ടു, കാണുക എന്ന പ്രയോഗം അത് യോഹന്നാന്റെ ഒരു പതിവ് പ്രയോഗമാണ്. അപ്പോൾ തോമസ് ലീഹ കണ്ട് വിശ്വസിച്ചു. അതൊരു കുറവല്ല. കാണാതെ എങ്ങനെ വിശ്വസിക്കും? ഇനി തോമസ് ലീഹയുടെ മുൻപിൽ ഈശോ ഇത് കാണിച്ചു കൊടുക്കും. നീ എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. ഇത് കേട്ട ഉടനെ തോമസ് ലീഹ പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 20-28 വാക്യം, തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇത് പറഞ്ഞതല്ലാതെ പുള്ളി തൊടാൻ പോയില്ല. പിന്നെ എന്തിനാണ് തൊട്ട് വിശ്വാസി എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്? നമ്മൾ ആരെയെങ്കിലും അങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ തോമസ് ലീഹയെ ഇൻസൾട്ട് ചെയ്യുകയല്ലേ? അപ്പൊ തോമസ് ലീഹ ഞങ്ങളുടെ പിതാവാണെന്ന് പറഞ്ഞിട്ട് അവർ തന്നെ തോമസ് ലീഹയെ ഇൻസൾട്ട് ചെയ്താലോ? തോമസ് ലീഹ തൊട്ടിട്ടില്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ അല്ലെ ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു. എല്ലാ ഫോട്ടോയും തൊടുന്നതാണ്. തൊടാത്തൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടി, അങ്ങനെ ഒരു പിക്ചർ എനിക്ക് കിട്ടി. തൊടാതെ ഇങ്ങനെ മുൻപിൽ കണ്ടിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന തോമസ് ലീഹയെ. അതാണ് യഥാർത്ഥത്തിൽ തൊടുന്നത്. യഥാർത്ഥത്തിൽ ബിബ്ലിക്കൽ അല്ല, തൊട്ടിട്ടില്ല. തൊടുന്ന ചിത്രം, അങ്ങനെയുള്ള രൂപങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. അത് യഥാർത്ഥത്തിൽ ബിബ്ലിക്കൽ അല്ല. അങ്ങനെങ്കിൽ ഈശോ പറയുമായിരുന്നല്ലോ, നീ എന്നെ തൊട്ടത് കൊണ്ട് വിശ്വസിച്ചു എന്ന് പറയുമായിരുന്നല്ലോ. ഈശോ പറഞ്ഞത് നീ എന്നെ കണ്ടത് കൊണ്ട് വിശ്വസിച്ചു. ഇനി അപ്പൊ കാണണം, യഥാർത്ഥത്തിൽ നമ്മൾ കാണണം, കാര്യങ്ങളൊക്കെ കാണണം. പള്ളി വന്നിരുന്നിട്ടും സക്രാലിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ കാണാതെ പോയാൽ, വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എന്ന് കാണും, എന്ന് അനുഭവിക്കും? അനുഭവം കിട്ടിയാലല്ലേ കർത്താവിനെ കുറിച്ച് പറയാൻ പറ്റൂ. ഒരു ഫിലിം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ചിന്താമണി കൊലക്കേസ്. സുരേഷ് ഗോപിയുടെ പടമാണ്. അതിൽ ലാൽ കൃഷ്ണ എന്ന അഡ്വക്കേറ്റിന്റെ റോളാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഒരു കഥാപാത്രം അന്ധനായിട്ട് കപടനായി അഭിനയിക്കുന്ന വിനായകന്റെ ഒരു കഥാപാത്രം ഒരു കണ്ടില്ല എന്ന് പറയും, കണ്ട കാര്യം കണ്ടില്ല എന്ന് പറയും. അങ്ങനെ ഒരു കേസിന് അവസാനം അയാൾ സത്യം തുറന്ന് പറയും കോടതിയിലും. അത് ഞാൻ കണ്ടതാണ്, ഞാൻ അങ്ങനെ അഭിനയിച്ചതാണ്, പിച്ച തണ്ടാൻ വേണ്ടി എൻ്റെ മാതാപിതാക്കൾ എന്നെ പരിശീലിപ്പിച്ചതാണ്, അത് ചെറുപ്പം മുതലേ ഞാൻ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ്
അപ്പോൾ അങ്ങനെ പറയുമ്പോൾ സുരേഷ് ഗോപിയുടെ കഥാപാത്രം പറയുന്ന കാര്യമാണ്, സാക്ഷി എന്നാൽ കണ്ണോടുകൂടിയവൻ, സാക്ഷി എന്നാൽ കണ്ണോടുകൂടിയവൻ, കണ്ണെന്നാൽ അക്ഷി, അക്ഷിയുള്ളവനാണ് സാക്ഷി, അക്ഷിയുള്ളവനാണ് സാക്ഷി. ഐ വിറ്റ്നസ്, ഐ വിറ്റ്നസ്, അക്ഷിയുള്ളവനാണ് സാക്ഷി. ഒരു ഇന്നത്തെ വ്യവഹാര വ്യവസ്ഥിതിയിൽ നമ്മൾ കൽപ്പിക്കുന്ന അർത്ഥം ഒരു പ്രവൃത്തി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നയാളാണ് സാക്ഷി. ഒരു പ്രവൃത്തി നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നയാളാണ്. പ്രിയ ദൈവ പൈതലേ, നീ കർത്താവിൻ്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിനെ നീ കാണണം. നീ കർത്താവിനോട് പറയണം, എന്നെ ഒന്ന് കാണിച്ചതാ കർത്താവേ, എനിക്കൊരു അനുഭവം എന്താ കർത്താവേ. ഒരു അനുഭവം പോലും ഇല്ലാതെ കർത്താവിന് വേണ്ടി എങ്ങനെ ജീവിക്കാനാണ്? ഒരു അനുഭവം പോലും ഇല്ലാതെ കർത്താവിന് വേണ്ടി മരണം വരെ എങ്ങനെ ജീവിക്കാനാണ്? അതുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ഈശോയെ കണ്ടിട്ടുള്ളവർ കരമുയർത്താവോ? ഈ കൂട്ടത്തിൽ വെള്ള അപ്പത്തിൽ പരിശുദ്ധ കുർബാനയിൽ ഈശോയെ മുഖാമുഖം കണ്ടവര് ഒന്ന് കരമുയർത്താവോ? ആരെങ്കിലും ഉണ്ടോ? 1-2 പേരുണ്ടെന്ന് കരുതുകയാണ്. അത് ദൈവം അനുവദിക്കും. ദൈവത്തെ കാണണം. നീ നിന്റെ ശരീരത്തിലൂടെ ദൈവത്തിൻ്റെ ശക്തി നീ അനുഭവിക്കണം. നിനക്ക് രോഗങ്ങൾ മാറണം, നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറണം, നിന്റെ കൂടെ ദൈവം ഉണ്ടെന്ന് നിനക്ക് ബോധ്യപ്പെടണം. എന്നാൽ മാത്രമേ നീ കർത്താവിനെ പ്രഘോഷിക്കൂ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ടോ? അവിടുത്തെ തിരുനീണം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. എന്നിട്ടെന്താണ് വർഷങ്ങൾ കുമ്പസാരിക്കാതിരിക്കുന്നത്? എന്നിട്ടെന്താണ് നിസ്സാരമായി ഞായറാഴ്ച ആചരണം മുടക്കുന്നത്? അവിടുത്തെ തിരുനീണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരവേഗണേ, അതിനീശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. ഉത്തിതൻ്റെ കൂടെ നടന്ന് എല്ലാം കണ്ട പരിശുദ്ധ മറിയം നമുക്ക് വേണ്ടി പ്രത്യേക മാധ്യസ്ഥ്യം വഹിക്കട്ടെ. ഈശോയെ അനുഭവിക്കുവാനുള്ള കൃപ ഉണ്ടാകട്ടെ. നമുക്കിപ്പോൾ വിശ്വാസ പ്രമാണം ചൊല്ലാൻ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങിയും പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏക ജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ.
പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഇടയൻ ഭരമേൽപ്പിച്ച ജഗണത്തെ നമ്മുടെ ആത്മാക്കളുടെ അജപാലകർ കരുതലൂടെ നയിക്കുന്നതിന് പ്രാപ്തരാക്കാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥൻ പ്രദാനം ചെയ്ത സമാധാനം ലോകം മുഴുവനും പരിപൂർണമായി അനുഭവിക്കുവാൻ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശിതരായ നമ്മുടെ സഹോദരരുടെ സ്വന്തം വേദനകൾ ആർക്കും തങ്ങളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയാത്ത സന്തോഷമാക്കി തീർക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹം അതിരറ്റ വിശ്വാസത്തോടെ ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങൾ പാപികളും ബലഹീനരുമാണ്. തോമസ് അപ്പോസ്തലന് അങ്ങ് കൊടുത്ത അനുഭവം പോലെ ഞങ്ങൾക്ക് വ്യക്തമായ അനുഭവങ്ങൾ തരണമേ. ഉദ്ധിതൻ ഇറങ്ങി നടക്കുന്ന ഈ കാലയളവിൽ ഞങ്ങൾക്ക് നല്ലൊരു ഈസ്റ്റർ ഗിഫ്റ്റ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവേ, അങ്ങേ ജനത്തിൻ്റെ കാണിക്കകൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങേ നാമത്തിൻ്റെ പ്രഖ്യാപനത്താലും ജ്ഞാനസ്നാനത്താലും നവീകൃതരായി ഞങ്ങൾ നിത്യാനന്ദം പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങയും ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഉയർത്തിരിക്കുന്നു. കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ ഏറ്റുപറയുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവും ആണല്ലോ. എന്തെന്നാൽ അവിടുന്നാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന യഥാർത്ഥ കുഞ്ഞാട്. അവിടുന്ന് മരിച്ചുകൊണ്ട് ഞങ്ങളുടെ മരണം സംഹരിക്കുകയും ഉത്ഥാനം ചെയ്തുകൊണ്ട് ജീവൻ പുനരുദ്ധരിക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങ
വിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധൻ ആകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്നു കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വരുന്നതുവരെ അങ്ങേ മരണമേ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങ് തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജനോടും വൈദിക ഗണങ്ങളോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പരിപൂർണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോട് നിദ്ര കൊള്ളുന്നയുടെ മാതാപിതാക്കളെയും സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങൾ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്ക് എഴുന്നേൽക്കാൻ നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആത്മാവോടും കൂടി നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിനമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവകുഞ്ഞാണേ, ഞങ്ങളിൽ കനിയണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടേ, ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്,
ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കു ഉച്ചരിച്ചാൽ മാത്രം മതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും.